ഹലോ ഗൈസ്. അപ്പോൾ നരിവേട്ട എന്ന ഈ ഒരു പടം ആരൊക്കെ കണ്ടു അല്ലേ? ആരൊക്കെ ഈ പടം കണ്ടു? നരിവേട്ട എന്നുള്ള ഈ ഒരു പടം തിയേറ്ററിൽ പോയിട്ട് തുടക്കത്തിലൊക്കെ കണ്ടവരെന്തായാലും അവരുടെ അനുഭവം ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഞാൻ നരിവേട്ട കണ്ടു. ഇതിൽ നിന്ന് നരിവേട്ട കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് തോന്നിയത്? നിങ്ങൾക്ക് എന്താണ് ആ സിനിമ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? പഴയ കാലത്തെ പണ്ടത്തെ ആ സംഭവങ്ങളൊക്കെ സിനിമയിൽ കണ്ടപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നിയത്? അപ്പം നിങ്ങളുടെ തോന്നിയത് എന്താണോ അത് കമന്റിൽ അറിയിക്കാം. എനിക്ക് നരിവേട്ട കണ്ടപ്പോൾ തോന്നിയത്, നമ്മൾ പണ്ട് ന്യൂസിൽ കേട്ടൊരു പരിചയമാണ് നമ്മൾ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ അല്ലെ, അവരുടെ സ്ഥലത്തിനും അവരുടെ വീട് കയ്യേറിനും അവർ സമരം ചെയ്യുന്ന സർക്കാരിനെതിരെ അവർ സമരം ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ കുറേ മുൻ പോലീസുകാരും അതുപോലെ കുറേ ആൾക്കാരും ചേർന്ന്, കുറേ പട്ടാളക്കാരും അങ്ങനെ നമ്മളെ സർക്കാരൊക്കെ ചേർന്നിട്ട് അവര് കുറേ പേര് കൊല്ലുകയും അതുപോലെ കത്തിക്കുകയും ചെയ്ത് ആ പണ്ടത്തെ ആ ഓർമ്മ, ആ ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ പണ്ടത്തെ ഒരു ഓർമ്മ, ആ ന്യൂസ് അങ്ങനെ കുറേ പേരെ കത്തിച്ചും കുറേ പേരെ ഒഴിച്ചു മൂടിയൊക്കെ ചെയ്തിരുന്ന ആ സംഭവം, ഒരു വേട്ട. കുറേ പേര് നമുക്ക് ആ അനുഭവം, ഇപ്പൊ സിനിമ കണ്ടവർക്കറിയാം എത്ര അനുഭവിച്ചിട്ടുണ്ടാവും അന്ന് ആ മനുഷ്യര്, അന്ന് ആ പാവപ്പെട്ട ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ. ഞാൻ സത്യം പറയാണ്, അവരെന്ത് തെറ്റാണ് നമ്മളെ ഈ ഒരു സർക്കാരുകൊണ്ട് നമ്മളുടെ ഈ ഒരു സർക്കാരുകൊണ്ട് ചെയ്തത്? ഇത് നമ്മളെ ഇപ്പോഴുള്ള സർക്കാരല്ല ചെയ്തത്. എന്നാലും ഇത് ന്യൂസിൽ കണ്ടൊരു വാർത്തയല്ലേ അന്ന് സംഭവിച്ചത്. അപ്പൊ അന്നത്തെ ഒരു സംഭവമാണ് ഇന്ന് സിനിമയാക്കി നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നരിവേട്ട, അതിലൊരു പോലീസുകാരനുണ്ടായിരുന്നു, നല്ലൊരു പോലീസുകാരൻ. അപ്പൊ ആ പോലീസുകാരന്റെ മുന്നിൽ വെച്ചാണ് എല്ലാം ചെയ്തത്. ആ പോലീസുകാരനായിട്ട് അഭിനയിക്കുകയാണ് നമ്മളെ ടൊവിനോ, നമ്മളെ കഥാനായകൻ ടൊവിനോ. പെർഫോമൻസ് നല്ലൊരു അടിപൊളി പെർഫോമൻസ് ആദ്യം കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം നരിവേട്ടറിന് ഇങ്ങനെയല്ല, ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ അവരവരുടെ ജീവിതത്തിലേക്ക്, അവര് വയനാട്ടിലെ കാട് കയ്യേറുമ്പോൾ അവരുടെ ജീവിതമല്ല അവര് പോകുന്നത്. അപ്പൊ അവരുടെ ജീവിതത്തിലേക്ക് കാട് കയ്യേറി നമ്മുടെ സർക്കാർ, കേരളവും അതുപോലെ നമ്മുടെ സർക്കാർ ഫ്ലാറ്റ് കെട്ടാനും മറിച്ച് ബിൽഡിംഗ് പൊളിച്ചാനൊക്കെ അവർക്ക് കയ്യേറുമ്പോൾ അവരുടെ കുടില് കെട്ടാനും അവരുടെ വീട്, അവരുടെ സ്ഥലമൊക്കെ പോയില്ലേ. പിന്നെ അവര് എന്ത് ചെയ്യാനാ? അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവര് സമരം ചെയ്ത് ഇതെല്ലാം നേടിയെടുത്തു. അവര് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ജീവിക്കാൻ ഇനി ഒന്നുമില്ല, ഞങ്ങൾക്ക് മരിക്കാൻ, ഞങ്ങൾക്കൊരു പേടിയില്ല എന്ന് അവര് തന്നെ ആ സിനിമയിലൂടെ കാണിച്ചു തന്നു. കാരണം അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയങ്കര ഒരു വിഷമം തോന്നി. കാരണം നമ്മളെ മനുഷ്യരെ പോലെ തന്നെ, നമ്മളെ പോലെ തന്നെ അവരും ജീവിക്കുന്നത്. അവർക്കും ഇതേപോലെ ഒരു ജീവനും ഉള്ളിൽ കൊതിയുണ്ടെന്ന് ആർക്കറിയാം. അപ്പം അത്തരത്തിലുള്ളൊരു പടമാണ് നരിവേട്ട. നിങ്ങൾ കണ്ടിട്ട് എത്ര പേർ കണ്ടിട്ട് മനസ്സിൽ സങ്കടം ഉണ്ടാവും, നമ്മളെ പണ്ടത്തെ ആ ഇതൊക്കെ ഓർമ്മയിൽ വന്നപ്പോൾ. അപ്പം എന്തായാലും അടിപൊളി പടം, സെറ്റ് പടമായിരുന്നു നരിവേട്ട. നല്ലൊരു കിടിലൻ പടം. അപ്പം ഇതാണ് പോയ ടിക്കറ്റ്, കണ്ടില്ലേ? പോയ ടിക്കറ്റാണിത്. അപ്പം അതൊക്കെയാണ്. അപ്പം ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ, ഓൺലൈനിൽ വരാൻ അധിക ദിവസമൊന്നുമില്ല, ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ പടം ആസ്വദിക്കുക. നല്ലൊരു കിടിലൻ പടം. ഈ ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടവരെന്തായാലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്താണ് ആ പടം കണ്ടിട്ട് തോന്നിയത്, അത് ഈ കമന്റിൽ അറിയിക്കുക. എനിക്ക് തോന്നിയത് പോലെയാണ് നിങ്ങൾക്ക് തോന്നിയത് നമുക്കെന്നറിയാലോ. അപ്പം എന്തായാലും സുജിത്ത് വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ബെല്ലേക്ക് ഞെക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.